എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, പിരിയേണ്ട സമയമാകുമ്പോൾ പിരിയണം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോണം, എവിടേക്കായാലും പോണം, എത്ര ദൂരത്തേക്കായാലും പോണം. പിന്നെ നിനക്ക് നിന്റേതായ ലോകം, നിന്റേത് മാത്രമേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത്, അല്ലെങ്കിൽ ഫോൺ കോൾ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ന്യൂ ഇയർ കാർഡ്. പിന്നെ ചിലപ്പോ തിരക്കിനിടയിൽ അത് മറക്കും. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാണ് എത്തുക. അത് നിന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, ദ റിയൽ ട്രൂത്ത്. ഇല്ല, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. പറ്റൂടാ എനിക്ക്? നിനക്ക് പറ്റുമോ? അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വീർപ്പുമുട്ടലായിരുന്നു ഇല്ലേ? ഇതിപ്പോ പോയ പിന്നെ എന്താണെന്ന് പോലും അറിയാതെ. ഒരുപക്ഷെ 2-3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനൊക്കെയായി തടിച്ചു വീർത്ത് മുടിയൊക്കെ ബോബ് ചെയ്ത് 4-5 വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും. അപ്പോ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരും. നിനക്ക് തമാശ. ഇപ്പൊ ഓർക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുക. ഈ പ്രേമവും ഈ കല്യാണവും ഒന്നും. അല്ലെങ്കിൽ പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക്. അതും തോന്നിയില്ല ഈ മരമാക്രിക്ക്.